Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ റെസിപ്പി ഉണ്ടാക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ വെജിറ്റേറിയൻകാർക്ക് നോൺ വെജിറ്റേറിയൻകാർക്ക് സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ പോവല്ല. ഇതുവരെ നമ്മൾ ഇത്രയും എപ്പിസോഡ്സ് ചെയ്തതിൽ ഇത്രയും ദിവസം നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ എന്താ ബേക്കിംഗ് ചെയ്യാറില്ലേന്ന്. സത്യമായിട്ടും ഇവിടെ എൻ്റെ കിച്ചണിൽ 2 ഓവൺ ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അത് തൊട്ടിട്ടില്ല. എന്നാന്നറിയാമോ, സത്യം പറഞ്ഞാൽ ബേക്കിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ എന്നാലും നമ്മുടെ ഒരു പ്രേക്ഷകരുടെ ഒക്കെ ഒരു ഇഷ്ടപ്രകാരം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ബേക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും കേക്കാന്ന്. കേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേക ഒക്കേഷൻ ഉണ്ട്, അല്ലെ? ക്രിസ്മസ്, ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒക്കേഷൻസ് ഉണ്ട് കേക്ക് വെക്കാനായിട്ട്. എന്നാൽ കേക്കാണോ എന്ന് ചോദിച്ചാൽ കേക്കല്ല. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ഇതിപ്പോൾ പക്ഷേ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊന്നും പറഞ്ഞു തരാനില്ല. ഇത് ഓവൺ ഇല്ലേലും ഒക്കത്തില്ല. അത് ഓവൺ ഉണ്ടേലേ ഉണ്ടാക്കാനൊക്കെയുള്ളൂ. എന്നാൽ മാത്രമേ ഈ ഒരു ഡിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നോട് ഇപ്രാവശ്യം കോംപ്രമൈസ് ചെയ്യണം. വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാട്ടോ പറയുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് ചിക്കൻ പൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ചിക്കൻ പൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പൈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്നാ ഫ്ലേവർ ഫിഷിൽ ചെയ്യാൻ നോക്കും, ഈവൻ മാക്രോണിയിൽ ചെയ്യാൻ നോക്കും, ചിക്കനിൽ ചെയ്യാൻ നോക്കും, പനീറിൽ ചെയ്യാൻ നോക്കും, എന്നാ വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി വേ ഓഫ് കുക്കിങ്ങിലാണ് നമ്മൾ ഇന്നത്തെ പൈ ചെയ്യുന്നത്. അതിന് ശരിക്കും അതിൻ്റെ ഒരു പൈയുടെ ഡോ ഉണ്ടാക്കണം. ഡോ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതൊരു ഇച്ചിരി മെനക്കെട്ട ഏർപ്പാടായതുകൊണ്ടും നമ്മൾ ആനീസ് കിച്ചണിൽ ഏറ്റവും കൂടുതൽ നല്ല ഫുഡ് എന്നാന്ന് വെച്ചാൽ ഏറ്റവും നല്ല ടേസ്റ്റി ഫുഡ് ഏറ്റവും എളുപ്പത്തിൽ എത്രയും വേഗം ജോലി തീർക്കാവോ അത്രയും വേഗം ജോലി തീർക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്രയും കാലം എയിം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയുള്ളൂ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയോ, ചുമ്മാ അടുക്കള കിടന്ന് ഏത് നേരവും അങ്ങ് മെനക്കിടുന്നതിലും ഭേദമില്ല. കഴിയുന്നതും വേഗം ജോലി അങ്ങോട്ട് തീർത്തേച്ചാൽ നമുക്കായിരുന്നേലും ഒരു ഇച്ചിരി ഒരു റെസ്റ്റൊക്കെ വേണ്ടായോ. അന്നേരം പിന്നെ എത്രയും വേഗം ജോലി തീർക്കാന്നുള്ള ഒറ്റ എയിമേ എനിക്കിപ്പോൾ ഉള്ളൂ. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും എത്തും ചോദിച്ചാൽ മെയിൻ സിറ്റീസിലൊക്കെ എല്ലാ സ്റ്റോഴ്സിലും സൂപ്പർ സ്റ്റോഴ്സിലൊക്കെ കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു ഇച്ചിരി ഒന്ന് സിറ്റിയിലോട്ടോ ടൗണിലോട്ടോ ഒക്കെ പോവുകയാണെങ്കിൽ ഒന്ന് കരുതുന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കിക്കോ, അതൊന്ന് എഴുതിക്കോ. ദ ഈസി വേ ഹൗ ടു മേക്ക് എ പൈ എന്നാണ്. അല്ലാതെ നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് പോകത്തില്ല. ചെറിയ രീതിയിൽ പഠിപ്പിച്ച് വലിയൊരു പൈ ഉണ്ടാക്കാൻ പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് വേണ്ടിയത് ഇച്ചിരി ബട്ടറാണ്. പിന്നെ വേണ്ടിയത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി മൈദ. പിന്നെ ഒരു ഇച്ചിരി ഫ്രഷ് ക്രീം. ഇത് ജാതിക്കായുടെ പൊടിയാ, അതൊരു ഇച്ചിരി വേണം. പിന്നെ കുറച്ച് ഉപ്പ്. ഇത് വെള്ള കുരുമുളക് പൊടിയാണേ. പിന്നെ ഒരു ഇച്ചിരി തൈര്. ഇനി വേണ്ടിയത് ഉരുളക്കിഴങ്ങില്ലേ, അതങ്ങോട്ട് വേവിച്ചേച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുവായത്. ഇങ്ങനെ ചെയ്ത ഒരു ഗുണം എന്നാന്നറിയോ, അതിനകത്ത് എന്നാ പറയുക, കട്ട കെട്ടുകയില്ല. ഇത് മറ്റേ ഉടയ്ക്ക് വന്നേൽ ഇങ്ങനെ കുറേ ലംസ് കാണും, അത് വേണ്ട. പിന്നെ വേണ്ടിയത് കുറച്ച് ഉരുക്കിയ ബട്ടർ. പിന്നെ ഇച്ചിരി മാക്രോണി. പിന്നെ വേണ്ടിയത് ഒരു എഗ് യോക്ക്. പിന്നെ വേണ്ടിയത് കുറച്ച് ചീസ്. ഇത് ചെഡാർ ചീസാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് കൈവാക്കുള്ളത് ഏതായാലും മതിയേ. ഇത് കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചേക്കുക. പിന്നെ കുറച്ച് പാസ്ലേ ലീവ്സ്. ഇത്രയും സാധനമാണ് വേണ്ടേ. ബേക്കിംഗ് ഡിഷ് ഏതായാലും കുഴപ്പമില്ല. ഈ ഓവണെ വെക്കാൻ പോകുന്ന ഡിഷ് ഇതാന്നു. ഈ കണക്കിനാന്നു ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ സോസ് എളുപ്പമാണ്, പൈ ഉണ്ടാക്കാൻ ഒത്തിരി എളുപ്പമാണ്. പിന്നെ ബേക്കിംഗ് മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി ഒരു സമയം പോകുന്നത്. അത് കുറച്ച് ശ്രദ്ധയോടുകൂടി നമ്മളൊന്ന് നോക്കുവാന്നേൽ കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ടൊക്കെ ബേക്ക് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു 180 ഡിഗ്രിയിൽ ഇച്ചിരി സമയം കൂട്ടി വെച്ച് അപ്പോഴപ്പോഴായിട്ട് നോക്കി എടുത്തേച്ചാൽ മതി. നമ്മുടെ പൈക്ക് ഒന്നും പറ്റുകയില്ല. ഇത് കുറച്ചുകൂടെ പൈ എന്ന് പറഞ്ഞാൽ എന്നാ പറയുക, അതിൻ്റെ ഡോ ഒക്കെ ഉണ്ടാക്കി അത് ഭയങ്കരമായിട്ട് രീതിയിൽ പൈ ഉണ്ടാക്കുന്നുണ്ട്.
പക്ഷെ ഞാൻ ഇപ്പം അത് ചെയ്യുന്നില്ല. ഇപ്പം ചെയ്യുന്നത് ദ ഈസി വേ ഓഫ് മേക്കിംഗ് എ പൈയേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ഒരു എന്നാ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാൻ ചൂടാക്കി വെച്ച് ഇതിനകത്തോട്ട് ഒരു ബട്ടർ ഇടുക. ബട്ടറിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി വെളുത്തുള്ളി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി മൈദ ഒരു 2 ടീസ്പൂണോളം ഇടും. അന്നേച്ചും ഈ മൈദ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ബട്ടറേൽ. പെട്ടെന്ന് ആയിക്കോളും, ഒരുപാട് നേരമൊന്നും വേണ്ട അത് മൂക്കാനായിട്ട്. ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രഷ് ക്രീമില്ലേ ഇതിനകത്തോട്ട് ഒഴിക്കണം. ഈ ഉണ്ടാക്കുന്ന സോസ് ഒരു ഇച്ചിരി കൂടുതൽ കരുതിക്കോണേ. എന്നാന്ന് വെച്ചാൽ 2 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, എനിക്ക് മേളിൽ ഇച്ചിരി സോസ് ഒഴിക്കാൻ വേണം. ഒന്ന്, നമ്മൾ മിക്സ് ചെയ്യുന്ന ആ പാസ്തയും ചിക്കനും എല്ലാത്തിനകത്തും ഒന്ന് മിക്സ് ചെയ്യാനും കൂടെ ഒരു ഇച്ചിരി സോസ് വേണം. അപ്പോൾ ഉണ്ടാക്കുന്ന ഈ കൺസിസ്റ്റൻസി കുറച്ച് കൂടുതൽ, ഈ സോസ് കുറച്ച് കൂടുതൽ കരുതിക്കും. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ജാതിക്കായുടെ പൊടി, അതായത് നമ്മുടെ ഇതൊന്ന് ഫ്ലേവർ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ പൗഡറാണേ. അതുകൊണ്ട് ഒത്തിരി ആ പെപ്പറിൻ്റെ ടേസ്റ്റ് വരത്തേ ഉള്ളൂ, പക്ഷെ ആ എരിവ് കാണുകയില്ല. പിന്നെ ഒരു ഇച്ചിരി ഫ്ലേവറിങ് ഏജൻ്റായിട്ട് ഇച്ചിരി തൈമും ഇട്ടേച്ച് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് കുറുക്കുക. ഇതിനകത്തോട്ട് ഒരു ശകലം ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിടണേ. ഇതെല്ലാം ലോ ഫ്ലെയിമേൽ മതി. ഈ സമയം ഇതിനകത്തുള്ള ഉപ്പ്, എരിവ് എല്ലാം നോക്കിക്കോണം. എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈക്ക് ഒരുപാട് എരിവുള്ള കൂട്ടത്തിലല്ല, ഒരു മൈൽഡായിട്ട് എരിവ് കാണത്തുള്ളൂ. ഈ ചീസും നമ്മൾ ചേർത്തേക്കുന്ന എല്ലാം ഒന്നൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് നല്ലതായിട്ട് കുറുകി കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ച് കുറച്ച് ഫ്ലേവറിങ് ഏജൻറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാസ്ലി ലീവ്സ്, ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി പാസ്ലി ലീവ്സ് ഇട്ട് വെച്ച് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോയും ഒരു ഇച്ചിരി ഒന്ന് ആറണേ, ഒരുപാട് ചൂടോടെ ഇടണ്ട, ഒരു ശകല ഇതിവിടെ നിന്ന് ആറട്ടെ. അപ്പം നമുക്ക് ഇവിടെ ഇതിനെ ഒന്ന് ചേർക്കാവേ. ഉരുളക്കിഴങ്ങും ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പാസ്തയും മക്രോണിയും കൂടി ഇടുക, കുറച്ച് ചിക്കൻ ഇടുക, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഇച്ചിരി ഉപ്പുണ്ട്, എന്നാലും നമ്മുടെ ഉരുളക്കിഴങ്ങിനും പാസ്തയ്ക്കും മക്രോണിക്കും കുറച്ച് ഉപ്പ് കുറവാണ്. അന്നേരം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടി, തേച്ച് ഇതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 3/4 മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഈ മെൽറ്റഡ് ബട്ടറില്ലേ, ഉരുക്കി വെച്ചേക്കുന്ന ബട്ടർ ഇതിനകത്ത് ഒഴിക്കുക.
സ്പെഷ്യലായിട്ട് എന്നാ ഇത്രയും വേഗം ഒരു പൈ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചിന്തിച്ചാൽ സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് അറിയാൻ മേല കേട്ടോ, ആരാ നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നതെന്നൊന്നും എനിക്ക് അറിയാൻ മേല. പക്ഷേ എന്നാലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു റെസിപ്പി ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി നേരം കിട്ടിയപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതാ. അത് റിസൾട്ട് നല്ലതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊരു ശകലം ഈ പറഞ്ഞ കൂട്ട് അതിൻ്റെ ആ ചൂടൊന്നും പോയിട്ടുണ്ട്, എന്നാലും പോരാട്ടോ, അതിൻ്റെ ആവി പോകുന്നുണ്ട്. എന്നാലും ഒരു ഇച്ചിരി കൂടി ഒന്ന് പൊക്കോട്ടെ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോയും മാക്രോണിയും ചിക്കനും എല്ലാം കൂടെ ഇടുക. നല്ലോണം മിക്സ് ചെയ്യുക. ആ സോസ് നല്ലതായിട്ട് ഇതിലെല്ലാം ചേർന്ന് പിടിക്കണം. കട്ട് ആൻഡ് ഫോൾഡ് പ്രോസസ്സ് ചെയ്താൽ മതി. കട്ട് ആൻഡ് ഫോൾഡ് എന്ന് നമ്മൾ പലയിടത്ത് കേട്ടിട്ടുണ്ടാവും. അതെന്നാന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യുക, ദെൻ എഗെയിൻ ഫോൾഡ് ഇറ്റ്. അപ്പോൾ എന്താണെന്നറിയോ, ആ ഫുൾ മിക്സ്ചറും എല്ലാത്തിനകത്തും ചേരുക. ദിസ് ഇസ് ഫോൾഡിങ്, എഗെയിൻ കട്ട്, പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുക. ഇത്രയാണ് ഈ കട്ട് ആൻഡ് ഫോൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേപോലെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് നമ്മുടെ ആ മിക്സ്ചർ ഉണ്ടല്ലോ, നമ്മുടെ ആ ചേർക്കേണ്ട എല്ലാത്തിലും നല്ലതായിട്ട് അങ്ങ് ചേർന്നോളും. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് ആ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യാം, ബട്ടർ വെച്ചിട്ടോ ഏതാന്ന് വെച്ചാൽ. പക്ഷേ എൻ്റെ ഇതിനകത്തുണ്ടല്ലോ നല്ല അസലായിട്ട് ബട്ടറുണ്ട്. പിന്നെ ഇനിയും ഞാൻ ഇതിനകത്ത് ഇടുവാണെങ്കിൽ ഒന്നാമത് ഇത് ഫാറ്റ് കൂടുതലുള്ള സാധനമാണ്. നല്ലപ്പോഴേ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാവുള്ളൂ എന്നും ഒന്നും ഉണ്ടാക്കി കൊടുത്തേക്കരുത്. ഇച്ചിരി ഫാറ്റുള്ള കൂട്ടത്തിലാണേ. ഇതിനകത്തോട്ട് ഇത് ഫുൾ ലെയർ ചെയ്യാം. ശരിക്കും നമുക്ക് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാൻ നോക്കും. ഇത് ഒരു വൺ ടൈപ്പ് ഓഫ് പൈ അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇങ്ങനെയാണോ പൈ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കൺഫ്യൂഷൻ ആരെങ്കിലും പറയുവാണെങ്കിൽ ഇത് ഒരു തരം പൈ അത്രേ ഉള്ളൂ. ഏറ്റവും ഈസിയസ്റ്റ് വേ അത്രേ ഉള്ളൂ. ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സോസ് പാൻ കത്തിച്ച് വെച്ച് സെയിം സാധനമാണു. ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇടണം. ഒത്തിരി വേണ്ട, ഒരിച്ചിരി. അന്നേച്ച് ഒരു ഇച്ചിരി ഫ്രഷ് ക്രീം ഒഴിക്കുക. അന്നേച്ച് ഇതിനും ഒരു ചെറിയൊരു ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ട് കുറച്ച് ജാതിക്കായുടെ പൊടി ഇടുക. ഒരു ഇച്ചിരി ഇട്ടാൽ മതി, ഇതിനകത്ത് ഒത്തിരി ഇടണ്ട. ഒരു നുള്ള്, ഒരിച്ചിരി കുരുമുളക്, ഇച്ചിരി തൈമ. ഇതിനകത്തെല്ലാം ഒരു ഇച്ചിരി മതി. കാര്യം എന്നാണെന്നറിയാവോ, ഇത് ഇതിൻ്റെ മേളിൽ ഒഴിക്കാനുള്ള സോസാണേ. അതുകൊണ്ട് ഒരു സ്വല്പം മതിയാവും എല്ലാം. ഇതൊന്ന് തിളച്ചാൽ മാത്രം മതിയാവും. ഒരുപാട് വേവോ അങ്ങനെ ഒന്നുമില്ല. ഒന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തേച്ച് ഒന്ന് ചൂടാറ് വരെ. ആറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മുട്ടയുടെ ഉണ്ണി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉണ്ണി ഇതിനകത്തോട്ട് ചേർക്കണം. ഇത് ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. ചില സമയമുണ്ടല്ലോ നമ്മൾ ഈ ക്രീം ഒരുപാട് അങ്ങ് തിളപ്പിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ചിലപ്പോൾ ഒന്ന് കേർഡിലാവാൻ ചാൻസസ് ഉണ്ട്. മോസ്റ്റ്ലി വരത്തില്ല, പക്ഷേ എന്നാലും ചാൻസസ് ഉണ്ട്. പിന്നെ എന്നാന്നറിയാം, നമ്മൾ ബേക്ക് ചെയ്യാൻ പോവല്ലേ, അന്നേരം പിന്നെ കുറച്ചുകൂടെ ഒന്ന് അത് എന്നാ പറയുക, കുറച്ചുകൂടെ ഒന്ന് വേവാനുള്ള സമയമുണ്ടല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും മതിയാവും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതൊരു ഇച്ചിരി, ഒരുപാടല്ല, ഒരു കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമ്മുടെ എഗ് യോക്ക് ഒന്ന് ഒഴിക്കുക. അതായത് മുട്ടയുടെ ഒരു ഉണ്ണി മതിയാവും. ഇതിനകത്തോട്ട് മുട്ടയുടെ ഒരു യോക്ക്. അന്നേച്ച് ഈ മിക്സ്ചർ ഇതിൻ്റെ മേളിലോട്ട് ഒഴിക്കും. ഇനി ഇതിൻ്റെ മേളിൽ കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ ഓവനകത്ത് വെച്ച് ഒന്ന് ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്യേണ്ടത് ഒരു 140 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ്.
അത്രേ ഉള്ളൂ. നമ്മുടെ ചീസൊക്കെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണ്. മാത്രമല്ല ഇത് മുരിഞ്ഞു വരുമ്പോഴത്തേനുണ്ടല്ലോ നല്ല ബ്രൗൺ ആയിട്ട് വരുവേ. ഫുൾ കവേർഡ് ആയിട്ട് ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ച് വെതറിയാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടേച്ചാലും മതി. ഇച്ചിരി ഹെവിയാന്നേ ഈ പൈ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലപ്പോഴൊക്കെ ഉണ്ടാക്കിയാൽ മതി പിള്ളേർക്ക്. അല്ലെന്നുണ്ടെങ്കിൽ പിള്ളേരല്ലേ ഇതൊക്കെ സ്വാദുള്ളതുകൊണ്ട് ഒരുപാട് അങ്ങ് കഴിക്കും. അത് നമ്മൾ കഴിക്കുന്നതും സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്നാ ചെയ്യാനാ, പിള്ളേരാണെങ്കിൽ ഇപ്പോൾ ഈ ഇടയിലൊന്നും ഒരു കളിക്കോ ഒന്നും പോവുകയല്ല. അന്നേരം പിന്നെ കുറച്ചൊരു ഹെൽത്ത് നോക്കുമ്പോഴത്തേക്ക് അത്രയും നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുത്തേച്ച് നല്ലോണം പറമ്പിൽ പോയി കളിക്കും മോനെ എന്ന് പറഞ്ഞു വിട്ടേക്കും. ഇനി ഇത് നമുക്കൊരു 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തേച്ചാൽ മാത്രം മതി. ഇടയിലൊന്ന് നോക്കിക്കോണം എല്ലാ ഓവൻ്റെയും രീതി അങ്ങനെ ആണോ എന്നുള്ളത് എനിക്കറിയാൻ മേല. പക്ഷേ എന്നാലും ഇതിൻ്റെ കറക്റ്റ് കൺക്ലൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ഇത് നല്ലോണം നമ്മളെല്ലാം വേവിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഈ ക്രീം ഒന്ന് നമ്മൾ മേളിലിട്ടിരിക്കുന്ന ചീസ് ഒന്ന് മൊരിഞ്ഞ് ഒരു ബ്രൗണിഷ് ടിൻ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓവണിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ ഇത് മുറിച്ചെടുക്കാവുള്ളൂ. മുറിച്ചെടുക്കുമ്പോൾ പീസ് പോലെ വരുമോ എന്നുള്ളത് നമ്മളെ സോസി ഉണ്ട്. പക്ഷേ എന്നാലും ചിലപ്പം ഒരു സോസി ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ആ പീസായിട്ട് തന്നെ മുറിക്കും. ചൂടോടെ മുറിക്കരുത്, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പീസോടെ പോലെ ഒന്നും കിട്ടുകയില്ല. ഓക്കെ, ഇനി അത് കുറച്ച് നേരം അവിടെ നിന്ന് ബേക്ക് ആവട്ടെ. നമുക്ക് അടുക്കളയും വൃത്തിയാക്കിയതിന് ശേഷം വിത്ത് പ്രസന്റേഷൻ നമുക്ക് കാണാം. ഒരു ഷോർട്ട് ബ്രേക്ക്. നമ്മുടെ പൈ ആയി ഇരിക്കുവാന്നേ. അപ്പൊ ഞാൻ ഇനി അത് എടുത്തോണ്ട് വരട്ടെ. അത് എന്നാ ചൂടായിരിക്കും. അറ്റം ഒരു ലേശം ചൂടല്ല, നല്ലോണം ചൂടുണ്ട്. ഞാൻ എന്തായാലും അതിനകത്ത് നിന്ന് എടുത്തു. പെട്ടെന്ന് എടുത്ത് അങ്ങ് തറയിലിട്ട് പൊട്ടിക്കുന്നതിലും ഭേദം ആ ചൂടോടെ കൊണ്ട് വെക്കുന്നതല്ലേ നല്ലത്. വേണ്ടേ, ഞാൻ പറഞ്ഞില്ലേ കാരമലൈസ്ഡ് ആയിട്ട് ഇച്ചിരി ബ്രൗൺ ആയിട്ട് വന്നേച്ചാൽ മതി. ഒരുപാട് മൂപ്പിക്കാൻ നിൽക്കല്ലേ. ഇനി ഇതിനകത്ത് ഞാൻ ആ ലീവ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഇച്ചിരി ഒരു കുറവ് എന്നാന്നറിയോ, ഒലീവും കൂടെ ഉണ്ടെങ്കിൽ ഇത് കാണാൻ ഒരു ഇച്ചിരി ഭംഗിയാണ്. ഞാൻ അതുകൂടെ ഒന്ന് വെച്ചോട്ടെ. അത്യാവശ്യമൊന്നും ഇല്ല, എൻ്റെ കയ്യിൽ ഇരുന്നോണ്ട് ഞാൻ വെച്ചെന്നേ ഉള്ളൂ. ഒലിവ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുകയില്ല, ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ. ഇനിയിപ്പോൾ എന്തെന്നാന്നറിയോ, ആറിയേച്ച് മാത്രമേ ഇത് മുറിക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ എന്നാ പറയുക, നമ്മൾ ആ ഒരു വെപ്രാളത്തിൽ മുറിച്ചെടുത്താൽ എല്ലാം ഇങ്ങനെ അങ്ങനെ സ്കാറ്റേർഡ് ആയി പോകും. അതിലും ഭേദം നല്ല നീറ്റായിട്ട് നല്ലതായിട്ട് ആറിയതിന് ശേഷം മുറിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈ എന്ന് പറയുന്ന സാധനം. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് അങ്ങ് ചേർത്തേച്ചാൽ മതി. ചീസൊക്കെ ഒത്തിരി വേണം, ആ ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മേഡം, ഇന്നത്തെ ഗസ്റ്റ് ഇവിടെ മേഡത്തെ ഹെൽപ്പ് ചെയ്യാൻ തന്നത് ഇതോ? എന്താ സംഭവം? അപ്പൊ ഗസ്റ്റ് വന്നില്ലേ? പെട്ടി മാത്രമേ തന്നു വിട്ടുള്ളൂ. ഇന്നെന്താ നമ്മുടെ ആനീസ് കിച്ചണിൽ ഗസ്റ്റ് ഇല്ല, പെട്ടി മാത്രമേ ഉള്ളൂ. ഇത് എനിക്കെന്ന് പറഞ്ഞ് തന്നു വിട്ടേക്കുവാന്നേ. അന്നേരം പിന്നെ പറഞ്ഞ പോലെ നമുക്കൊന്ന് തുറന്നു നോക്കാം. അല്ലാതെ എൻ്റെ ഗസ്റ്റിൻ്റെ പെട്ടിയാണ് ഇവിടെ വെച്ചേക്കൂ സൂക്ഷിക്കൂ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. മാഡത്തിന് തന്നു വിട്ടെന്നല്ലേ പറഞ്ഞേ. അപ്പം എന്തായാലും ഞാൻ തുറന്നു നോക്കും. ആരാ കൊണ്ടുവച്ചതെന്ന്? എന്റെ ദൈവം, ഇതാരായി നിൽക്കുന്നത്? അതെ, എന്നാത്തിനാന്നറിയാമോ പേടിച്ച് വെച്ച് നിന്നേ? എന്തിനാ നമ്മള്? അതെ, ആ പെട്ടി കൊടുത്തു വിട്ടപ്പോഴത്തേക്കുണ്ടല്ലോ, അതിനകത്ത് ഞാൻ തുറന്നു നോക്കി. ആ പെട്ടി
പെട്ടി തുറന്നു നോക്കിയപ്പോ എനിക്ക് അതിനകത്ത് നിന്ന് ഒരു കത്ത് കിട്ടി. അനിമോളെ പിന്നെന്തുവാ രാജ്യങ്ങളിൽ തരുന്നേ മോള്? ഇന്ന് തരാൻ പോകുന്ന പയ്യാന്ന്. പൈ PIE അല്ലേ? ചിക്കൻ ഇതാരാ മോളെ ഈ പൈ ഉണ്ടാക്കി തുടങ്ങി? ഏത് രാജ്യത്താ ഇത്? അപ്പൻ മോക്ക് പറഞ്ഞു തരണമെന്നാണ്. അപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ട്. ആരെന്ത് പറഞ്ഞു കൊടുത്താലും ഒരു കടമയുണ്ട്. എന്തുവാ ധർമ്മം എന്ന് പറയുന്നത്? ഇത് നാരായണ ഗുരുനാഥനെ പറഞ്ഞിരിക്കുന്നത്. എന്തുവാ ഗുരു ആചാര്യന്മാർക്ക് എന്തുവാ കൊടുക്കേണ്ടത്? ദക്ഷിണ കൊടുക്കണം. ഗുരുദക്ഷിണ റെഡിയാണേ അതിന്. എങ്കിൽ ഇത് തുടങ്ങി. ഇത് ബ്രിട്ടീഷ് ഐറ്റമാണ് മോളെ ഈ പൈ. യൂറോപ്യൻ ഡിഷാണ് പൈ. പക്ഷേ ടർക്കിയിലുണ്ട്, ചൈനക്കാരുടെ അവിടെ ഉണ്ട്, കിട്ടും, എല്ലായിടത്തും ഉണ്ട്. ഞാൻ മിലിറ്ററി ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കുക്ക് നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു ഈ പൈ. നല്ല നെയ്മീൻ, ഗുജറാത്തിലെ വെജ് അല്ലേ, ഇഷ്ടംപോലും നെയ്മീൻ വരും. ലോക്കൽസ് ഒന്നും വാങ്ങിക്കുകയല്ല. അപ്പം ഞങ്ങളൊക്കെ പട്ടാളക്കാരേ ഉള്ളൂ വാങ്ങിക്കാൻ. വില കുറച്ച് കിട്ടും, നീളമുള്ള വലിയ നെയ്മീൻ കിട്ടും, നല്ലത്. അതിന്റെ പൈ ഉണ്ടാക്കുമായിരുന്നു ഞങ്ങളുടെ മെസ് ഹവിൽദാർ. അങ്ങനെ അവിടെ വെച്ച് ഈ പൈയോട് താല്പര്യം വന്നു. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന ആ ഒരു ക്യാപ്റ്റൻ ആയതിനു ശേഷമാണോ സിനിമയിൽ വന്നേ? ക്യാപ്റ്റനായി റിസൈൻ ചെയ്ത് വെളിയിൽ വന്നതിന് ശേഷം നമ്മള് രണ്ടും കൂടെ ഒക്കത്തില്ല. പട്ടാളം സിനിമയിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. മിലിറ്ററി എന്ന് പറഞ്ഞാൽ മിലിറ്ററി മാത്രം. എനിക്ക് വളരെ ചെറുപ്പത്തില് എന്തോ അട്രാക്ട് ചെയ്യുന്നറിയോ? ഇപ്പൊ സത്യം പറഞ്ഞാല് എൻ്റെ ഒരു ഉത്തമ സുഹൃത്തുണ്ട്, പ്രസാദ് എന്ന പേര്. അദ്ദേഹത്തിൻ്റെ വൈഫ് നമ്മുടെ എസ് കുമാർ സാറിൻ്റെ മോള കെട്ടിയിരിക്കുന്നത് നീല എന്ന പഴയ നീല പ്രൊഡക്ഷൻ. അപ്പോൾ അതിന് അവരുടെ തിയേറ്ററാണ്, എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പം ഞങ്ങൾ ഈ ശനിയാഴ്ചയൊക്കെ ഞാൻ വീട്ടിൽ പോകത്തില്ല. ഉച്ച കഴിഞ്ഞ് നേരത്തെ വിട്ടാലേ നേരെ തിയേറ്ററിൽ ഇടിച്ചു കയറി, ഓല തിയേറ്ററാണ്, അതിനകത്ത് നിന്നുകൊണ്ട് പഴയ എല്ലാ പടങ്ങളും കാണും. അപ്പോൾ ഈ ദാസേട്ടൻ പാടിയ പാട്ട് നസീർ സാർ അങ്ങനെ ഇപ്പോൾ സന്യാസിനി എന്നുള്ളതായിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ, അതെങ്ങനെ ഈ ലിപ്പും കൊടുത്ത് പുള്ളി അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് അന്നത്തെ ക്വസ്റ്റ്യൻ ഇതാ. ഞാൻ വീട്ടിൽ വന്നിരുന്ന പഴയ ജ്ഞാനസുന്ദരിയുടെ പാട്ടുണ്ട്, പനിനീർ മലരിനൊരിതൽ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ. അതായത് നസാറിൻ്റെ ഭാര്യയുടെ 2 കൈയും വെട്ടി. തിക്കുറിശ്ശേട്ടൻ രാജാവ്, രണ്ടാനമ്മ അന്ന് മീനാച്ചേച്ചിയാണ്. മീനാച്ചേച്ചി മരിച്ചുപോലോ. പുള്ളിക്കാർ 2 കൈയും വെട്ടാൻ ഭൃത്യന്മാരോട് പറയും. കൈ 2ഉം വെട്ടും. വെട്ടിയ അമ്മ ഇരട്ട കുഞ്ഞുങ്ങളാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. നസാറിൻ്റെ കുഞ്ഞുങ്ങൾ, ആൺപിള്ളേർ 2 കൊണ്ട് ഇങ്ങനെ കാട്ടിലിട്ടിരിക്കുക മോളെ. അന്നേരം ദൂരേന്ന് ഭയങ്കര മഴ ഇടിയൊക്കെ വരുന്നു. അപ്പോൾ ദൂരേന്ന് ഒരു തേളിങ്ങനെ കുഞ്ഞുങ്ങളുടെ നേരെ വരും. ഈ സ്ത്രീ നടി ആരാന്നങ്ങ് മറന്നുപോയി. എന്നിട്ട് കാലും കൊണ്ട് ആ തേളിനെ തട്ടി അങ്ങ് തെറിപ്പിക്കും. എന്നിട്ട് വന്ന് മുട്ടയിൽ അങ്ങ് വീഴും. എന്നിട്ട് അവിടെ നിന്നൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. പനിനീർ അന്നേരം പാടുന്നത് വേറൊരു പാട്ടാണ്. ഈ പനിനീർ നസീർ സാർ തേടി ഇറങ്ങുക, പാറപ്പുറത്തോട് ചാടി ചാടി ഈ പാട്ടും പാടി. അന്ന് ഞാൻ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ചീനിയില്ലേ നമ്മുടെ നാട്ടിലെ കപ്പ, അതിനിടയിൽ ഇലയിലൊക്കെ തട്ടിക്കൊണ്ട് ആ പാട്ട് കുറച്ച് പഠിച്ചിട്ട് ഞാനിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യും. അതെൻ്റെ പെങ്ങന്മാരും എല്ലാവരും കാണും, എന്നെ കളിയാക്കി ചേട്ടൻ ഉൾപ്പെടെ ചെയ്യുമായിരുന്നു. അന്നേ എനിക്ക് ഈ ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രൊമോട്ട് ചെയ്ത് അല്ലെ ഫോഴ്സ് ചെയ്ത് മനസ്സിൽ അമിതാഭ് ബച്ചനാണ്. യാങ്കി ഫെല്ലോ, ഭയങ്കര ടോളാണ്, കുഴിഞ്ഞ കണ്ണും. ഇതിന് പറ്റും അയക്ക് വരാമെങ്കിൽ വൈ നോട്ട് മീ എന്നുള്ള ചിന്ത വന്നാണ് ഞാൻ ഈ രക്തം എന്നുള്ള പടം എനിക്ക് ജോഷ് സാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മധു സാറാണ് അത് കഴിഞ്ഞ് പിന്നെ രതിലയം എടുത്തത്. ആ പടം തിരക്കുള്ള ഓടിയ പടങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയാണ് എൻ്റെ ജീവിതം തുടങ്ങി. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. തമിഴായി, തെലുങ്കായി, എല്ലാ ഭാഷകളും ചെയ്തു. അതെല്ലാം ദൈവം ഇത്രയും ആക്കി മോളെ. അത് ഞാൻ പ്രേക്ഷകരോട്, നമ്മളെ വളർത്തിയ നാട്ടുകാരോടും ദൈവം തമ്പുരാൻ പോയി നന്ദി പറയും എപ്പോഴും. ഞാൻ ഓമല്ലൂർക്കാരനാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ ഓമല്ലൂരിലാണ്. ശബരിമല അയ്യപ്പൻ ഞങ്ങളുടെ അതുവഴിയാ പോയതെന്നാണ്, പുലിപ്പുറത്ത് പോയതെന്നാണ് വിശ്വാസം. അന്ന് കയറി കിടന്ന് ഉറങ്ങാനൊരു പാറയുടെ വലിയൊരു ഗുഹയുണ്ട് അവിടെ, പുലിപ്പാറ എന്ന അതിന്റെ പേര്. അതിനകത്ത് അയ്യപ്പൻ ഒരു രാത്രിയോളം കിടന്നു എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മള് അമ്പലമായി മാറിയോ? ഇല്ല, അവിടെ അമ്പലമായിട്ടില്ല. ഇല്ല, അതിനടുത്ത് ഓമലൂർ ക്ഷേത്രമുണ്ട്. അത് അയ്യപ്പന്റെ പേരില്ല. രക്തകണ്ഠ സ്വാമി ക്ഷേത്രം, രക്തകണ്ഠ സ്വാമി അയ്യപ്പനാ നമ്മള്. അപ്പൊ ആ പേര് വലിയ ക്ഷേത്രമുണ്ട് ഓമല്ലൂർ. പക്ഷെ ഞങ്ങൾ ആ ഹൈന്ദവ ക്രിസ്തീയ സംസ്കാരമൊക്കെ ഉണ്ടല്ലോ, ഇന്ന് വരെ ഒരു വഴക്കവുമല്ല ഞങ്ങളുടെ നാട്ടിലുണ്ടായിട്ടില്ല. ഞാൻ അഭിമാനിക്കുന്നു. ഓമല്ലൂർ മനസ്സിൽ അത്ര പവിത്രമാണുള്ളത്. എല്ലാം നല്ല ആൾക്കാർ. ആദ്യത്തെ നടി എവിടുന്നാ? തിക്കുറിശ്ശേട്ടൻ്റെ കൂടെ ആദ്യത്തെ നിങ്ങളുടെ കൂട്ടുണ്ടായിരുന്ന നടിയെ, പഴയ അന്നത്തെ സുന്ദരിക്കുട്ടി ഓമല്ലൂർ ചെല്ലമ്മ, ആദ്യത്തെ മലയാളത്തിൻ്റെ നടി വിത്ത് തിക്കുറിശ്ശേട്ടൻ. അങ്ങനെയൊക്കെയുള്ള ചരിത്രം ഓമല്ലൂർക്കാർക്കുണ്ട്. അവിടുന്ന് പിന്നെ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് മറ്റു നടന്മാരെല്ലാം വന്നത്. അടൂർ ഭാസി, അടൂർ ഭവാനി ചേച്ചി, അടൂർ ഗോപാലകൃഷ്ണൻ സാർ വരെ ഞങ്ങളുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്ന്. നമ്മള് മോളെവിടെ? നമ്മളെ പാലായോ? കോട്ടയം. ഞങ്ങള് കോട്ടയത്താ. പക്ഷെ ജനിച്ചു വളർന്നതൊക്കെ തിരുവനന്തപുരത്താ. അച്ഛൻ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് നാടകത്തിലോ അങ്ങനെ എന്നേലോ ഒക്കെ ചെയ്തിട്ടുണ്ട്? ബോംബെയില് പ്രതിഭ തിയേറ്റർ സംബന്ധിച്ച് പ്രൊഫഷണൽ ഗ്രൂപ്പുണ്ട്. അവരുടെ കൂടെ എത്ര നാടകം. അന്ന് എൻ്റെ കൂടെ നമ്മുടെ ഇപ്പൊ പ്രായ റോൾ ചെയ്യുന്ന നമ്മുടെ വത്സലമേനുണ്ട്,
വത്സല മേനോനൊക്കെ ഞാനും കൂടെ പേരായിട്ട് ഒത്തിരി അഭിനയിച്ച വയസ്സരായിട്ടും അല്ലാതെ ചെറുപ്പക്കാരായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം ഹിറ്റായിരുന്നു നമ്മളെ. അവസാനം ഈശ്വരൻ അറസ്റ്റിൽ നമ്മുടെ കുട്ടൻ്റെ അപ്പൻ എഴുതിയ നാടകം NN പിള്ളച്ചേട്ടൻ എഴുതിയ ഈശ്വരൻ അറസ്റ്റിൽ, അത് ഈശ്വരന് ചെകുത്താനുമുണ്ട്. ഞാൻ ഏത് റോളാണ് കിട്ടിയെന്നറിയാമോ? എനിക്ക് ഈശ്വരനല്ല എന്തായാലും ചെകുത്താൻ്റെ അങ്ങനെ തുടങ്ങിയതാണ് നമ്മളെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടിന്യൂസ് വില്ലൻ വേഷം ചെയ്തില്ല. പക്ഷെ എനിക്ക് വില്ലൻ വേഷം ചെയ്യുമ്പോൾ ഈ വൃത്തിയുടെ സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്നത് എനിക്ക് ഭയങ്കര മനപ്രയാസമായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം റേപ്പ് സീനൊന്നും അധികം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ വിടുമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ തീരുമാനം കൂടെ പറഞ്ഞോട്ടെ. തലമുറയ്ക്ക് ദോഷമെന്ന് സിഗരറ്റ് വലി, കള്ളുകൂടി, ഈ ചരസടിക്കുക അങ്ങനെയുള്ള സീൻ വന്നാലും ഞാൻ ചെയ്യില്ല. എനിക്ക് വേണ്ട, പടം വേണ്ട, ആ ലക്ഷങ്ങളും വേണ്ട, ഈ ശൗലവും വേണ്ട. ഞാൻ തലമുറയ്ക്ക് ദോഷം വരുന്ന ഒരു സംഗതി ഇനി ചെയ്യില്ല. എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തുകൊണ്ടിരിക്കും, നല്ലത് പറഞ്ഞു കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. അതിനുള്ള മാറ്റം എൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട്. സ്റ്റഫുണ്ട് മോളെ. വെറും അറിവ് മാത്രമല്ല, തിരിച്ചറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറയാൻ ഒത്തിരി ഉദാഹരണം. നിങ്ങളുടെ ഈ ഇന്നത്തെ മോളുണ്ടാക്കുന്ന ഡിഷിനെ കുറിച്ച് വരെ ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കും. പഠിക്കും മോളെ, ഇരുന്ന് വായിക്കും, പഠിക്കും. അതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. ഒരു ദോഷമില്ല. അറിവ് നമുക്ക് നേടുകയല്ലേ ചെയ്യുന്നത്. അച്ഛായ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പട്ടാളക്കാരുടെ ഒക്കെ ജീവിതം എങ്ങനെയാ? അതൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതിനകത്ത് എന്നതേലും വാറിന്റെ എഫക്ട്സ് വരുവോ? ഞാൻ യഥാർത്ഥ ഒരു റിയൽ വാർ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാനൊക്കെ ഓഫീസർ ട്രെയിനിങ് കഴിഞ്ഞ ചെന്നൈയിൽ നിന്നാണ് കഴിഞ്ഞത്. OTA എന്ന് പറയും, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി. അവിടുന്ന് പാസ് ഔട്ട് ചെയ്ത എന്നെ നേരെ വിട്ടത് പീരങ്കികളുടെ ആർട്ടിലറി എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര്. അത് ദൂരെ അടിച്ചു വിടാം നമുക്ക്. മിസൈലും വെടിയുണ്ടൊക്കെ 27 കിലോമീറ്റർ വരെ നമുക്ക് ഫയർ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം കയറുന്ന ഓഫീസറായിട്ട് 25 പൗണ്ടർ എന്ന് പറഞ്ഞ കനേഡിയൻ ഗണ്ണിനകത്താണ് എന്നെ ഇൻചാർജായിട്ട് അത് ഫയർ ചെയ്യിക്കണം. അതിൻ്റെ എല്ലാം കണക്ക് കൂട്ടണം. ടേബിളിൽ ഇങ്ങനെ നമ്മൾ കണക്ക് കൂട്ടും. കാരണം ഒരു 20 കിലോമീറ്റർ ദൂരെയുള്ളൊരു ശത്രുവാണെങ്കിൽ അവൻ്റെ തലയുടെ മേളിൽ വീഴേണ്ട ഉണ്ടാ. അതിൻ്റെ കണക്ക് കൂട്ടിയാൽ അപ്പോൾ അന്നേരം കാറ്റടിക്കും. വലിയ കാറ്റടിച്ചെന്ന് വെച്ചോ, അപ്പോൾ ഉണ്ടയുടെ ഗതി മാറില്ലേ. അപ്പോൾ കാറ്റിൻ്റെ സ്പീഡ് ഞങ്ങൾ കണ്ടുപിടിച്ച് അത് കുറയ്ക്കും. അതിനല്ലേ അത് കട്ട് ചെയ്യുന്ന രീതി ഇതിവിടെ ഗ്രൗണ്ടിൽ നമ്മൾ കണക്ക് കൂട്ടി ഗണ്ണിനെ. പിന്നെ ഡിസ്റ്റൻസ് അളക്കുന്നത് ഇതിൻ്റെ ട്രാജക്ടറി എന്ന് പറയുന്നത് ഏറ്റവും ഹൈറ്റ് വെച്ചാൽ ഇങ്ങനെ അടുത്ത് തന്നെ വീഴും. ഇത് കറക്റ്റ് ഏറ്റവും ദൂരെ പോകുന്നതിന് പ്രത്യേക 45 ഡിഗ്രിയൊക്കെ വെച്ച് ഇങ്ങനെ വെച്ചാൽ ആ ബാരിൽ കറക്റ്റിന് എത്രയും ദൂരം പോകേണ്ടത് കറക്റ്റ് അവിടെ പോയി. രാത്രിയാണ് യുദ്ധം മോളെ, പകൽ യുദ്ധമില്ല. പിന്നെ ഇരുട്ടത്താണ് യുദ്ധമെല്ലാം. അപ്പോൾ ഉദ്ദേശം വെച്ചെല്ലാം കണക്ക് കൂട്ടി ജവാൻസിന് അങ്ങ് പരിചയമാകും. അതുകൊണ്ടല്ലേ പട്ടാളക്കാരെ സ്നേഹിക്കണമെന്ന് പറയും. എന്ത് കഷ്ടപ്പെട്ട് അവർ ജീവിക്കുന്നതെന്നറിയാം. അത് പോട്ടെ, അവിടുത്തെ ഒരു കഷ്ടപ്പാട് പറഞ്ഞോട്ടെ. ഈ ആണുങ്ങൾക്കൊക്കെ ഡയബറ്റീസ് ഒക്കെ വന്നെന്ന് വെച്ചോ, അപ്പോൾ യൂറിനേറ്റ് ചെയ്യാൻ എളുപ്പം പറയത്തില്ലേ. അങ്ങനെ പോകുമ്പോൾ ഷൂസ് ഇടാതെ ഇവർ ചാടി, സോക്സ് പോലും ഇടാതെ ചാടി അങ്ങ് ഐസിലേക്ക് ഇറങ്ങും. ഇറങ്ങിയാൽ ഒരു 2-3 മിനിറ്റ് എടുക്കുകയുള്ളൂ. അടിയിൽ നിന്ന് അങ്ങ് ഡെഡായിട്ട് വരും. ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് അതിന് പറയുന്നത്. അവിടെ ഇങ്ങനെ മേപ്പോട്ട് വന്ന് നമ്മുടെ തൈ മസിൽ വരെ കയറിയ മുറിക്കണം ഇവിടെ കാല്. അത് കൊണ്ടുവന്ന് ഹെലികോപ്റ്റർ വന്ന് എളുപ്പം താഴെ കൊണ്ടുപോയി രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ഇല്ലല്ലോ അങ്ങനെ മേപ്പോട്ട് കയറി എളുപ്പം അങ്ങ് ചത്തുപോകും. മിനിറ്റ്സിനുള്ളിൽ ഫ്രോസ്റ്റ് ബൈറ്റ് കയറി ഇങ്ങ് വരും. അങ്ങനെയൊക്കെ എന്തൊക്കെ റിസ്ക്കിലാണ് ഇവർ ജീവിക്കുന്നതെന്നറിയാം. അതുപോലാണ് അവിടെ ചൂടിന് വേണ്ടി കരിയില്ലേ, കരിക്കും. കാർബൺ എരിക്കുമ്പോഴേ വരുന്ന പുക എന്താ വരുന്നതെന്നറിയോ? കാർബൺ മോണോക്സൈഡ്, CO. ഏറ്റവും വലിയ പോയിസൺ അല്ലേ അത്. കാറിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് വെളി വരില്ലേ, അത് തന്നെയാണ്. അത് ടെൻറ്റിനകത്ത് സ്പ്രെഡായി കഴിഞ്ഞാൽ അങ്ങനെ അവിടെ അറിയത്തില്ല, നമുക്ക് നാക്ക് പോക്കാൻ പറ്റില്ല. അതിന് മുമ്പേ കറഞ്ഞടിച്ച് അവിടെ അങ്ങ് വീഴും. അതൊക്കെ ഫേസ് ചെയ്താണ് നമ്മുടെ ജവാൻസും ഓഫീസേഴ്സും എല്ലാം ഈ ബോർഡറിലൊക്കെ ജോലി ചെയ്യുന്നത്. അറിയോ? പട്ടാളക്കാരുടെ ത്യാഗം നമ്മൾ അവിടെ ചെന്നല്ലേ അറിയുള്ളൂ. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇനി വേണ്ട. ലേ ലഡാക്കിലൊക്കെ ഓക്സിജൻ കിട്ടുന്നില്ല. ഓക്സിജൻ ഇല്ലാതെ വലിച്ചാണ് ശ്വസിക്കുന്നത്. അറിയോ? ഫ്രോസ്റ്റ് ബൈറ്റ് അതിനിടയിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള തണുപ്പ്, ആഹാരം എത്തി കിട്ടാനൊക്കെ പാടാണ്. വീട്ടിൽ നിന്നുള്ള എഴുത്തൊക്കെ എങ്ങനെ വരുന്നറിയോ? ഹെലികോപ്റ്റർ വരും മുകളിൽ. ബേസിലുള്ള എഴുത്തുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് വലിയൊരു ചാക്കെല്ലാം കിട്ടും. എന്നിട്ട് അതെവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ ജവാൻസ് ഞങ്ങളെല്ലാം ഉള്ളിടത്ത് തീ കത്തിക്കും നമ്മൾ ഭയങ്കരമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അവിടെ അടുത്ത് അവർ താന്ന് പറന്ന് വന്ന് ഇടും. അത് തണുപ്പത്ത് ജവാൻസ് പോയി എടുത്തു വെച്ച് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എന്തൊക്കെ സ്വന്തം ഇപ്പോൾ കല്യാണം കഴിച്ചുകൊള്ളെന്ന് വെച്ചോണേ. പ്രിയപ്പെട്ട ഭാര്യയുടെ ആ എഴുത്തുനിന്ന് കാണാൻ ഏത് മനുഷ്യനെ കുറിച്ചിരിക്കല്ലേ. പട്ടാളക്കാർക്കും ഉണ്ടല്ലോ ജീവിതം. യൂണിഫോമിനകത്തൊരു നല്ല മനുഷ്യനും ഉണ്ടല്ലോ, അത് അവർക്കും ഉണ്ടല്ലോ ഫീലിങ്സും ഒക്കെ ഇല്ലേ മോളെ. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് പഴയ കാലം മുതൽ ഈ ജവാൻസിനെയൊക്കെ അറിഞ്ഞ് മാനിക്കുന്നത് മോളെ. ഇനി കുഞ്ഞിന് വേറെ എന്താ അറിയണം? ഇനി ആദ്യ സിനിമ വന്നത് എങ്ങനെയാന്ന് പറയണം. ആദ്യം എൻ്റെ ഒരു കസിൻസ് വഴിയൊക്കെ രക്തം അപ്പച്ചനുണ്ടല്ലോ, അപ്പച്ചൻ പ്രൊഡ്യൂസ് ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട് ജോഷ് സാറിൻ്റെ ഈ രക്തം എന്നുള്ള പടത്തിലൊരു ചെറിയ വേഷമുണ്ടെന്ന് ജോഷ് സാറിനെ വിളിക്കുന്നു. അപ്പച്ചനും കൂടെ വിളിക്കുന്നത്. ഞാൻ എറണാകുളത്ത് വരുന്നു, എന്നെ കാണുന്നു.
ഈ വേഷം ഇയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് സംശയം തോന്നും. ഞാൻ വില്ലനൊന്നുമല്ല, പക്ഷെ ബാലേട്ടൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആണെന്ന് തോന്നും. അപ്പോൾ സുമലതയുടെ ബോഡി കൊണ്ട് റെയിൽവേ ട്രാക്കിൽ ഇടുന്നതാണ് ഫസ്റ്റ് ഷോട്ട് ഞാൻ എടുക്കുന്നത്. നമ്മുടെ എറണാകുളത്തെ റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്നത്. ആ ട്രാക്കിൽ ഞാൻ നടന്നു. അപ്പോൾ എല്ലാം റെയിൽവേ പെർമിഷനൊക്കെ വാങ്ങിച്ചെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. അത് ഞാൻ പതുക്കെ നടന്ന് അത് കാണുന്ന ഒറ്റ വിറ്റ്നസ്സേ ഉള്ള ആരാന്നറിയാം? കൊച്ചിൻ ഹനീഫ, പാവം മരിച്ചു പോയി. അദ്ദേഹമാണ് കാണുന്നത്. ആ പടം ബമ്പർ ഹിറ്റ്. എൻ്റെ കൂടെ അഭിനയിച്ച ആരൊക്കെയാണെന്നറിയാം? നസീർ സാറ്, മധു സാറ്, സോമേട്ടൻ, ബാലൻ കെ നായർ, ശ്രീവിദ്യ, ഇനിയുണ്ട് വേറെ ആരണ്ടൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അന്നത്തെ സൂപ്പർ സ്റ്റാർസിനൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഇന്നത്തെ സൂപ്പർ സ്റ്റാർസിനെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ മമ്മൂട്ടി പടമാണ് ചെയ്തിട്ടുണ്ട്, ലാൽ സാറിനും കൂടെ അഭിനയിച്ചല്ലോ. ഈ രണ്ടുപേരുടെ ആ കാലഘട്ടത്തിലുള്ള ഡിഫറൻസും അവരുടെ കൂടെ ഉള്ള രണ്ടും സൂപ്പർ സ്റ്റാർസ് ആണ്, അന്നത്തെ സൂപ്പർ സ്റ്റാർസും ഇന്നത്തെ. അച്ഛന് നല്ലതായിട്ട് ഡിഫറൻസ് പറയാൻ നോക്കും, ആ എക്സ്പീരിയൻസും. അത് നല്ല സെൻസിൽ പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഇൻസ്റ്റന്റ് പെർഫോമൻസാണ്, ഇൻസ്റ്റന്റാ. അതായത് ഇതാ ലാലേട്ട ഇതാ വേഷം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്ത് കാണിച്ചാലും കേരള ഓഡിയൻസ് അങ്ങ് സ്വീകരിക്കും. മമ്മൂസിൻ്റെ നേതൃത്വം ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് മുങ്ങിത്തപ്പും, അങ്ങ് അടിയിലങ്ങ് പോവും, ശ്വാസം പിടിച്ചു പോകും. പിന്നെ മുങ്ങുന്നതിൻ്റെ പ്രത്യേകത വേറെയുണ്ട്. ഓക്സിജൻ കൊണ്ട് ഏറ്റവും അടിയിൽ കടലിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത്ര അടി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഒക്കത്തില്ല, ഹീലിയം ആവുമോനെ ഗ്യാസ്. ആ ഗ്യാസ് ചേമ്പർ തിരിക്കണം, അപ്പോൾ അന്നേരം ഹീലിയം ഓണാവും. ഓക്സിജൻ പോകത്തില്ല, ചത്തുപോകും നമ്മൾ. പുള്ളി ഹീലിയം കൊണ്ടാണ് പോകുന്നത് കടലിനടി ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ. അത്ര പ്രിപ്പയർ ചെയ്തിരുന്നു. അതാണ് മമ്മൂസിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ മഞ്ജു ചിരിച്ചാലും കന്മതത്തിനകത്ത് മഞ്ജു കൊഞ്ചനം കുത്തുന്നുണ്ട്. അതുവരെ കയ്യടിയല്ലേ, അതങ്ങ് രസമാണ് കാണാൻ, ആൾക്കാർക്ക് ഇഷ്ടം. ആണിനും പെണ്ണിനും വയസ്സന്മാർക്കും വയസ്സുകാർക്കും ഒക്കെ ആ കുഞ്ഞ് കാണിക്കുന്നത് എന്തും അങ്ങ് ഇഷ്ടമാണ്. അന്നത്തെ കാലത്ത് അന്ന് ഞാൻ കൂടുതൽ നസീർ സാർ, സാറൊക്കെ അല്ലേ, അവരുടെ വേറെ സ്കൂളുകളും വേറെ തോട്ട്സൊക്കെ. നസീർ സാർ ഭയങ്കര എല്ലാവരുടെയും കാര്യം കെയർ ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ രക്തം എന്നുള്ള പടത്തിൽ മധുസാറിൻ്റെ ഭാര്യയാണ് സുമലത. അപ്പോൾ സുമലതയെ കൊണ്ട് റെയിൽവേ ട്രാക്കിൽ ഇട്ടത് ആരാ? ഞാനല്ലേ. കണ്ട വിറ്റ്നസ് ആരാ? ഹനീഫ മധുസാറിനോട് പറയും ഹൈറ്റുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറയും. അങ്ങനെ വെച്ചുകൊണ്ട് മധുസാറിനെ വന്ന് തേടി ഫൈറ്റ് തുടങ്ങും, അടി തുടങ്ങും. അന്നേരം നസീർ സാർ വന്ന് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ് ഗണ്ണ് കാണിച്ച് എന്നെ രക്ഷിക്കും. അപ്പോൾ മധുസാറിൻ്റെ ഒരു അടി കൊണ്ട് ഞാൻ നസീർ സാറിൻ്റെ കസറ ഇരിക്കുക അവിടെ. ഒരടി കൊണ്ടിട്ട് ഞാൻ വീഴുന്നുണ്ട്. അന്ന് ഈ പഴയ കാലത്തെ കൊച്ചു വീടുകളല്ലേ, അതിൻ്റെ പട്ടിക എന്ന് പറയും, ഓടിടാനുള്ള ഇങ്ങനെ കനം കുറഞ്ഞ വീതിയുള്ള പട്ടിക, അതെല്ലാം ആണിയാ മോളെ. അതിങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുക. ഫൈറ്റ് എടുക്കുമ്പോൾ ഏത് ഡയറക്ടറാണ്? ജോഷ് സാറല്ലേ, നല്ല ഉഗ്രൻ ഡയറക്ടറല്ലേ, അദ്ദേഹം ഈ ഒരു റഫ്നെസ് ഫീൽ ചെയ്യണം ആ ഏരിയയ്ക്ക്. അങ്ങനെയുള്ള ടഫ് ഗോഡൗണിലൊക്കെ അടിയാക്കുന്നത്. ഇപ്പോൾ റൊമാൻസ് എടുക്കുമ്പോൾ പാട്ട് പാടാൻ നിങ്ങളെ കൊണ്ട് ഗോഡൗണിലാരെങ്കിലും പോവില്ല. ഓരോന്നിനും ഓരോ ലൊക്കേഷനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ റഫാക്കാൻ വേണ്ടി പട്ടിക കൊണ്ട് ഇട്ടിരുന്നു മോളെ. അപ്പോൾ ഞാൻ അടി കൊണ്ട് വീഴുക. അപ്പോൾ ആണി ഇങ്ങനെ മേപ്പോട്ട് കുത്തി നിൽക്കുന്നത് കാണാം. സൈഡിൽ ദൂരെ ഇരുന്ന് നസീർ സാർ എന്നെ വിളിച്ചു. ഞാൻ വീഴുന്ന റിഹേഴ്സൽ ചെയ്യാൻ പോവാം. ക്യാപ്റ്റൻ നോ ഡോണ്ട് ഫോൾ എന്ന് പറഞ്ഞ് നസീർ സാർ വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് നോക്കിയേ. അതിലെന്താ? ഞാൻ പറഞ്ഞ ആണിയാണ് സാറേ നിൽക്കുന്നത്. ആണി കൊണ്ട് കയറി എന്താവും ക്യാപ്റ്റൻ? ഞാൻ പറഞ്ഞ് മൊത്തം സെപ്റ്റിക്കായി മുറിഞ്ഞ് ഇന്നത്തെ ഷൂട്ടിങ് കഴിഞ്ഞില്ലേ, ക്യാപ്റ്റന് പിന്നെ കുറച്ച് നാളത്തേക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ പഴുത്താൽ? ആരായത് പറഞ്ഞു തരുന്നത്? നസീർ സാറ്. ആര് ചെയ്യും മോളെ ഇന്ന്? അതൊക്കെ എന്തോ ഒരു കെയറാണെന്നറിയാം. അതുപോലെ പുള്ളി പാക്കപ്പ് ചെയ്ത് പോവാണെന്ന് വെച്ചു. ഇന്ന് പടം തീരാറായ കണ്ടീഷനിലാണ് സാർ അടുത്ത് വരും. എന്നിട്ട് സാർ ചോദിക്കും, ക്യാപ്റ്റൻ പേയ്മെൻറ്റൊക്കെ കിട്ടിയോ? അങ്ങനെ ചോദിക്കുന്നതൊക്കെ ആരാന്ന് പറയാതിരിക്കാൻ നോക്കുമോ? ദൈവതുല്യനായിരുന്നു മോളെ. അതുപോലൊരു ജന്മം ഇനി ഉണ്ടാകും. നല്ല മനുഷ്യൻ. റൊമാൻസിന് പിന്നെ പാട്ട് പാടാനും പ്രേമിക്കാനും ഇതിൽ കൂടുതൽ വ്യക്തി ഇനി ഒരു ജന്മം ഉണ്ടാവും. ആ ഒരു സ്റ്റൈലും ആ ലിപ്പ് യേശുദാസ് പാടുന്നതിനൊപ്പം പാടാനും ഒരു പ്രേംനസീർ കൊണ്ട് ദൈവം കൊടുത്തു, ദാസേട്ടനെ കൊടുത്തു. ഇവരെല്ലാം കൂടെ കൂടിയപ്പോഴാണ് നമ്മളെ മലയാളത്തിൽ ഒരു ഉഗ്രൻ ടൈം ഉണ്ടായത്. 60-70 കാലങ്ങൾ മലയാള സിനിമയുടെ ഏറ്റവും ടോപ്പ് കാലമാണ്, സംഗീതത്തിൻ്റെ കാലമാണ്. ശരിയല്ലേ? മോള് ഒത്തിരി പാട്ടൊക്കെ പാടിയില്ലേ? അതെ അച്ഛായ. ഇപ്പം നസീർ സാറിനോട് അഭിനയിച്ചു, ലാൽ സാർ മമ്മൂക്കായോട് അഭിനയിച്ചു. ഇപ്പം നമ്മുടെ ന്യൂ ജനറേഷൻ ദുൽഖർ ഉണ്ട്, പ്രണവ് ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ദുൽഖറിനെ പ്രണവിനെ അവരെ മക്കളെ കുറിച്ചൊന്ന് പറഞ്ഞു. എനിക്ക് ദുൽഖറുമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ അവൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ, പറയാതിരിക്കാൻ ഒക്കുകയില്ല. ഏതൊരു തമിഴ് പടത്തിന് ഞാൻ റംസാൻ ടൈമിൽ ചെന്നൈയിലാണ് ഞാനന്ന് പോയപ്പോൾ. അതോ എൻ്റെ സ്വന്തം പടത്തിന് ഞാൻ ഡയറക്ഷൻ്റെ കാര്യങ്ങൾ ഡബ്ബിങ്ങിനോ പോയപ്പോഴാണ്. അന്ന് റംസാനാണ്, ഈദാ. അപ്പം ഞാനെന്നാൽ മമ്മൂട്ടി ഉണ്ടെന്ന് വിഷ് ചെയ്യണമല്ലോ, ലോകമര്യാദയാണല്ലോ. ആ പ്രോട്ടോക്കോൾ വെച്ച് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. അപ്പം നല്ല ശബ്ദമുള്ള സൗണ്ട്. ഞാൻ വിചാരിച്ചു മമ്മൂട്ടി, ഞാൻ വിളിച്ചു മമ്മൂസാണോ? ഞാൻ മമ്മൂസെന്നാണ് വിളിക്കുന്നത്. മമ്മൂസാണോ എന്ന് ചോദിച്ചു. അപ്പം അവിടുന്ന് സൗണ്ട് വന്ന്, ഇല്ലങ്ങളെ ഞാൻ മകൻ ദുൽഖറ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ രാജുവങ്ങളാ. അയ്യോ അത് മനസ്സിലായി ഞങ്ങൾ. ബാപ്പമ്മ എന്തിയെ?
അവർ കൊച്ചിക്ക് പോയിരിക്കുക, വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, വാപ്പായുടെ ഉമ്മയെ കാണാനോ എന്താ പോയിരിക്കുക എന്ന് പറഞ്ഞു. സുൽഫി ആരുമില്ല അവിടെ. ഞാൻ ചോദിച്ചു നിങ്ങൾ മാത്രമേ ഉള്ളൂ? ഞങ്ങളെ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പെങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. മോനെ ദുൽഖർ പറഞ്ഞു. അടുത്ത ഡയലോഗ് അവൻ്റെ, രാജ്യങ്ങളിൽ ഇനി നോ എന്ന് പറയരുത്, ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ഞങ്ങളുടെ വീട്ടിൽ നിന്നേ കഴിക്കുകയുള്ളൂ, വാപ്പയില്ല ഉമ്മയില്ല ആരുമില്ല. ആ പറയാനുള്ളൊരു മനസ്സ് കണ്ടോ? ഇതാരും പറഞ്ഞു കൊടുത്തതല്ല, മമ്മൂട്ടിയും പറഞ്ഞു കൊടുത്തതല്ല, അവൻ്റെ ജന്മം കിട്ടിയ ഒരു അമ്പൂറ്റി പയ്യനാണ് ദുൽഖർ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പിന്നെ ഇപ്പം അവൻ്റെ പടം കണ്ടിടത്തോളം കാണാൻ സുന്ദരൻ, നല്ല കളറ്, നല്ല വോയിസ്, അപ്പൻ്റെ മാതിരിയുള്ള വോയിസ് തന്നെയല്ല മോനും കിട്ടിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ല. ഇപ്പം ഇന്ത്യയിലെ നടികളെല്ലാം ആഗ്രഹിക്കുന്ന ആരുടെ കൂടെ അഭിനയിക്കാനാ? അമിതാഭ് ബച്ചനോ? അതിനെ കുറ്റപ്പെടുത്തി പറയില്ല. ആരും ഹിന്ദി നടികളോട് ചോദിച്ചോ, ഈ ഇടയ്ക്ക് വന്നവരോ, TV വന്നതാ, അവരെല്ലാം പറയുന്ന ആരുടെ പേരാ? ആരാ? ആനിയുടെ ചെറുപ്പകാലമാണേലും ആനിയും ഉൾപ്പെടെ പറഞ്ഞേനെ എനിക്ക് ദുൽഖറിന്റെ കൂടെ ദുൽഖറിനോട് അഭിനയിക്കാൻ ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് ഷാറൂഖ് ഖാനെ പോത്തുള്ളൂ. എന്തോ ഷാറൂഖ് ഖാന്റെ മോൾ ഇവിടുന്ന് അങ്ങ് പറന്നു പോയോ? ഞാനൊരു ഗ്രേറ്റ് ഫാനാ ഷാറൂഖ് ഖാന്റെ. ആണോ? ഷാരൂഖിന്റെ തുടക്കം എങ്ങനെയാണെന്ന് അറിയാമോ? ഗൗരിയെ കിട്ടുന്നതൊക്കെ. ഷാരൂഖിന്റെ അച്ഛൻ ഈ മണ്ണെണ്ണ ഇങ്ങനെ ബിസിനസ് ഹോൾസെയിലുണ്ട്. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നാൽ അപ്പം തന്നെ ഈ ഉന്തുവണ്ടിയുണ്ട്, ട്രമ്മിനകത്ത് മണ്ണെണ്ണയും കൊണ്ടുപോയി ഓരോ വീട്ടുകളുടെ മുമ്പിൽ കൊണ്ട് വിൽക്കുമായിരുന്നു. TV അഭിനയിക്കുക, സീരിയലിൽ അഭിനയിക്കുന്നത്. എന്നിട്ട് ഈ അവസാനം അവിടുന്ന് കോളേജ് വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ, സ്കൂളും വിട്ട് കഴിഞ്ഞ് പുള്ളി ഗൗരിയുടെ സ്കൂളിന്റെ മുമ്പിൽ വന്നിക്കും. ഗൗരിയെ കാണാതെ പോവില്ല. ഇസ്ലാമും ഹിന്ദു അല്ലേ, ലവ് മാരേജ് ആണല്ലോ. അങ്ങനെ ഇഷ്ടപ്പെട്ട് കെട്ടിയതാ ഗൗരിയെ. അത് ഞാൻ കംപ്ലീറ്റ്ലി ഇന്റർവ്യൂലൊക്കെ വായിക്കാറുണ്ട്. പിന്നെ ആ കുട്ടി അവന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം വല്ല കുറവുണ്ടോ മോളെ? പ്രൊഫഷണലി അങ്ങ് വളരുന്നു, കോടികളുടെ കുന്നു കൂടുന്നു വീട്ടില്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന കാര്യം, വന്നു കയറുന്ന സ്ത്രീക്ക് നന്മയും ഭാഗ്യവും ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കും. പുരുഷന്മാരെ ദൈവം അങ്ങ് അനുഗ്രഹിക്കും. അതിന്റെ ഒരു എക്സാമ്പിളാണ് ഷാരൂഖ് ഖാൻ. എല്ലാം ഹിറ്റല്ലായിരുന്നു. പഴയ ഹിന്ദി പാട്ടൊക്കെ ഇഷ്ടമല്ലേ ഒരുപാട്? എന്നോട് പാടാൻ മാത്രം പറയില്ല, പാട്ട് ഇഷ്ടമാണ്. സൈഗാളിന്റെയും അത്രയും പുറമോട്ട് പോയില്ല. മുഹമ്മദ് റാഫി മുതൽ ഇങ്ങോട്ടേ ഉള്ളൂ. ചൗദുവിൻ ചാന്ദ് ഹോ യാഫ്താബ് ഹോ जो भी हो तुम खुदा की कसम लाजवाब हो चौदवी का चांद हो. ഇതാര് കേട്ടിരിക്കുന്നു? ഇപ്പൊ എന്റെ അടുക്കളയിലൂടെയല്ലേ? ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ അച്ചായ പാട്ട് പാടി ഇത്രയും സന്തോഷമായിട്ട് പാടുന്നത് ഇപ്പോഴാണ് എന്റെ പ്രേക്ഷകർ കാണുന്നത്, ഇല്ലയോ? ഇതിനു മുന്നേ പാടിയിട്ടില്ലല്ലോ. പാട്ടുകളൊക്കെ അറിയാം, പക്ഷെ എനിക്ക് പാടാനുള്ള കഴിവ് ദൈവം തന്നില്ല. എല്ലാം കൂടെ ദൈവം തരത്തില്ല മോളെ. അല്പം അഭിനയിക്കാനെങ്കിലും കഴിവ് തന്നില്ല, അതുകൊണ്ടല്ലേ പിടിച്ച് നമ്മൾ ജീവിച്ചു പോകുന്നത് അല്ലേ? അപ്പൊ എല്ലാം കൂടെ ദൈവം തരില്ല. കിട്ടുന്നത് സംതൃപ്തനായിട്ട് അക്കോമഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവാ. നോ പരിഭവങ്ങളില്ല, കംപ്ലൈന്റ് ഇല്ല, ഒന്നുമില്ല. ജീവിതത്തിലെ ഒരു കംപ്ലൈന്റും ഇല്ല. ദൈവം തന്നതിനൊക്കെ സ്വീകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, കുറച്ച് വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ, അപകടം ഉണ്ടായി, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന സംഗതി എല്ലാവർക്കും നന്മ വരണം. എനിക്ക് മാത്രം ഒന്നും തന്നെ വേണ്ട. സെൽഫ് എന്നൊരു സംഗതി എന്നെ ഇല്ല മോളെ. നമ്മളെന്തിനാണ് ജീവിക്കുന്നത്? ഓക്കെ, അമ്മയെ അടിച്ചു പഠിപ്പിച്ചിരിക്കുക. ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ 2 പ്രാവശ്യം അമ്മയെ അടിക്കുമെന്ന്. എന്നോട് എപ്പോഴും ഞാൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളോട് പറയാൻ പറയും. അതുവരെ അമ്മ കെയർഫുള്ളായിരുന്നു. അത് അമ്മ എന്നെ ക്യാരക്ടർ ഫോം ചെയ്തു തന്ന എൻ്റെ അമ്മയാണ്. ഈ സമയത്ത് ഓർക്കുകയാണെ, ഓർക്കുകയും കേരളത്തിലെ എല്ലാ അമ്മമാർക്കും എൻ്റെ സല്യൂട്ടുമാണ്. കാരണം അവരുടെ കയ്യിലാണ് ജീവിതം മക്കളുടെ എല്ലാം കൊണ്ടുപോകും. തലമുറ ഒറ്റ കുഞ്ഞ് കേരളത്തിൽ ഇനി നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആൺപിള്ളേർ സ്മോക്ക് ചെയ്യുകയോ ഡ്രഗ്സ് അടിക്കുകയോ ഒന്നിനും പോകാൻ പാടില്ല. പെൺകുഞ്ഞുങ്ങളും പാടില്ല. പെൺകുഞ്ഞുങ്ങളെ ഒരു പീഡനത്തിനിരയാവാൻ ഒരിക്കലും പാടില്ല. അത് നമ്മുടെയൊക്കെ കടമയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയട്ടെ. അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി അമേരിക്കൻ അവിടെ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു. ഭയങ്കര പണക്കാരനാണ്. അദ്ദേഹത്തിന് ഇവിടെ അമ്മ മാത്രമുണ്ട്. ഒരു കൊച്ചു കുടിലേ ഉള്ളൂ സ്വന്തം എന്ന് പറയാൻ. പാവപ്പെട്ട വീട്ടിൽ നിന്ന് MBBS കഷ്ടപ്പെട്ട് അപ്പൻ പഠിപ്പിച്ച് അമേരിക്കയെ വിട്ട് MS ഒക്കെ എടുത്ത് MS കൂടെ പഠിച്ച പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞ് രണ്ടുപേരും കൂടെ അവധിക്ക് വരികയാണ്. അപ്പോൾ അവിടെ വെച്ച് ഇവിടുത്തെ കണ്ടീഷനൊക്കെ ഡോക്ടർ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വി വിൽ ഡു വൺ തിങ്. അവർക്കത് നല്ല കാര്യമായിട്ടാണ് പുള്ളിക്കാരി പറയുന്നത്. അമ്മയെ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കാമെന്ന് പറഞ്ഞു. അത് വൈഫ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് നല്ലൊരു ഓൾഡ് ഏജ് ഹോം അവിടെ ചെന്ന് നല്ലൊരു ബിൽഡിങ്ങോടുകൂടി ഇങ്ങനെ വാങ്ങിക്കാം. നാട്ടിൽ വന്ന് പുള്ളി അത് വാങ്ങിച്ചു. അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടി അന്ന് ഇവരുടെ ഗ്രാമീണമായതുകൊണ്ട് 2 സൈഡിൽ മുളയുണ്ടായിരുന്നു. ഈ മുള വെട്ടുമ്പോൾ അതിൻ്റെ ഈ കൊച്ചു മുള്ളില്ലേ, മുളയ്ക്ക് മുള്ളുണ്ട്, അത് തെറിച്ച് റോഡേ വീണ് കിടപ്പുണ്ട്. ഈ അമ്മയും കൊണ്ട് ടോർച്ച് അടിച്ചുകൊണ്ട് പോവാണ്. അമ്മ ഇടയ്ക്ക് വെച്ച് അങ്ങ് നിർത്തി. അപ്പോൾ നിർത്തിയപ്പോൾ മോൻ ചോദിച്ചു എന്താ അമ്മ നേരത്തെ ഇരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? അമ്മ അവിടെ നിന്ന് എന്തോ പറക്കി ഈ നേരിയതിൻ്റെ ഇങ്ങനെ ഒരു കുഴി മാതിരി ഉണ്ടാക്കി അതിനകത്ത് പറക്കിയിടുക ഓരോന്നും.
അമ്മ എന്തായി പറക്കി ഇടുന്നത്? അമ്മ പറഞ്ഞത്, എടാ മോനെ, നീ തിരിച്ചു വരുമ്പോൾ നീ ഷൂസ് ഇട്ടിട്ടില്ല, നിൻ്റെ കാലിൽ ബെയർ ഫുട്ടാണ് നിൻ്റേത്. നീ തിരിച്ചു വരുമ്പോൾ ഈ മുള്ളുകളെല്ലാം എൻ്റെ മോൻ്റെ കാലിൽ ഒരു മുള്ളും കൊള്ളാൻ പാടില്ല. എങ്ങനെയുണ്ട്? അതാ അമ്മ എവിടെ കൊണ്ടുവിടാൻ പോയത്? ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിടാൻ പോയ അമ്മ ചെയ്ത കർമ്മങ്ങൾ. ഇതാണ് അമ്മ എന്ന് പറയുന്നത്. ദേവി നമ്മുടെ കേരളത്തിലെ കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും കൊച്ചു കുഞ്ഞുങ്ങൾ ആണുങ്ങളായിട്ടുള്ളവർ പ്രത്യേകിച്ചും പറയാണ്, സ്ത്രീത്വത്തിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും ഒക്കെ അമ്മയാണ് അതിൻ്റെ ആദ്യത്തെ എക്സാമ്പിൾ. വൈഫും സിസ്റ്റേഴ്സും ഒക്കെ രണ്ടാമതാണ് വരുന്നത്. അമ്മമാർ കേരളത്തിൽ ഒരൊറ്റ അമ്മ വേദനിക്കാൻ പാടില്ല, ആഹാരമില്ലാതിരിക്കാൻ പാടില്ല, എണ്ണ വെക്കാതിരിക്കാൻ പാടില്ല, വേഷവിധാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, മക്കൾക്ക് വട്ട് വരണോ ഭ്രാന്ത് വരണമെന്ന് ഇറങ്ങണം. ആണുങ്ങളൊക്കെ അറിഞ്ഞങ്ങോട്ട് പ്രവർത്തിച്ചാട്ടെ, കർമ്മം ചെയ്താട്ടെ. നിങ്ങളുടെ അമ്മമാരെ ഉള്ളവർക്ക് അപ്പന്മാരുണ്ടെങ്കിൽ അനുഗ്രഹമാണത്. രണ്ടുപേരെയും ജീവൻ കളഞ്ഞ് നോക്കിക്കാട്ടെ. മാതാപിതാ ഗുരു ദൈവം എന്നൊന്നും ആരും വെറുതെ പറഞ്ഞൊന്നുമല്ല. നമ്മളെ ദക്ഷിണ ഭക്ഷണമാക്കി കൊടുക്കുന്നോണ്ട് ഇനി എന്നോട് കാച്ചു വയ്ക്കില്ല. അച്ഛൻ ഇഷ്ടായോ? അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഉണ്ടാക്കട്ടെ. നല്ല സൂപ്പറാണ്. ചേച്ചി എന്നാ കൊണ്ടുവരാഞ്ഞ്? വീട്ടിൽ പയ്യുണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നതാ കഷ്ടമുണ്ട്. എന്റെ ഷോയിലേക്കാ വരുന്നതെന്നൊന്ന് പറയാൻ മേലായിരുന്നു, അന്നേരം ചേച്ചി ഓടി പോന്നേനെ. മോളെ, ഞങ്ങൾക്ക് ആപ്പാടെ എല്ലാം കൂടെ ഒരു മോനെ ദൈവം തന്നിട്ടുണ്ട്. അവനിപ്പം ആംവയുടെ തലവനായിരുന്നു സൗത്ത് ഇന്ത്യയുടെ. ഇപ്പം തൽക്കാലം വേറെ ജോലി കയറാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അവനെ വിട്ട് അമ്മ നിൽക്കുകയല്ല. മോളെ, മിനിഞ്ഞാന്ന് ഞാൻ ഇവിടെ നമ്മുടെ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോഴേ ഈ പുറക്കാട് കടപ്പുറത്ത് നല്ല പ്രോൺസ് കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് ഫ്രഷ് നെറ്റേന്ന് ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു എങ്ങനെ വില? അവർ വില പറഞ്ഞു. ഞാനൊരു 4.5 കിലോയും വാങ്ങിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. കൊണ്ട് വൈഫിൻ്റെ അവിടെ വിളിച്ച് കൈ കൊടുത്തു. ഇനി നീ പ്രോൺസിൻ്റെ പിക്കിലിടുവോ കറി വെക്കുവോ? കറി വെക്കുകയാണെങ്കിൽ എനിക്ക് പുളി വേണമെന്ന്, പുളിയിട്ട കറിയില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ നെക്സ്റ്റ് ഡേ രാത്രി തന്നെ ഉണ്ടാക്കി തന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങ് പോകും. പുള്ളിക്കാരി നല്ല കുക്കാ. ചേച്ചി നല്ല കുക്കാ. ചേച്ചി ഉണ്ടാക്കുന്നത് ഏറ്റവും ബെസ്റ്റ് കൊഞ്ചാന്ന്. നന്നായിട്ട് ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കും. അച്ഛൻ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 33 വർഷമായി. ഓക്കെ. ഈ ഒരു ലോങ് ജേർണിയിലെ ഇപ്പൊ നമ്മുടെ ദുൽഖർ വരെ അച്ഛൻ കാണുന്നതാന്നു. ഈ ഒരു ജേർണിയില് ഈ സിനിമയെ എങ്ങനെയാ ഒരു വിലയിരുത്തുന്നേ? മോളെ, അത് ഞാൻ വേറൊരു ആൻസർ ഞാൻ വേറൊരു രീതി പറഞ്ഞോളൂ. ഞാനിപ്പം മിലിറ്ററിയിലായിരുന്നെങ്കിൽ ലഫ്റ്റനന്റ് ജനറൽ രാജു ഡാനിയലാണ്. നമ്മുടെ വീരപ്പന്റെ മാതിരി വലിയൊരു മീശ ഉണ്ടാവും അല്ലേ? ഇന്ന് മോളെ എനിക്ക് കിട്ടുന്ന അംഗീകാരം ഒരു ജനറലിന്റെ രാജു ഡാനിയലിന് കിട്ടുമോ? ഇന്ന് മോളെ ഇടയ്ക്ക് ഇവിടെ പോയി കോഴിക്കോട് സൈഡിൽ പോയപ്പോൾ അന്ന് എനിക്ക് മാരുതി കാറാണ്. പോയ വഴി കാറിൻ്റെ ഒരു ടയർ അങ്ങ് പഞ്ചറായി മോളെ. അപ്പോൾ മറ്റുള്ള വീട്ടുകളിൽ ചാടിക്കയറുന്ന മാതിരി ഇസ്ലാം വീടുകൾ നമുക്ക് ചുമ്മാ സമയത്തൊന്നും കയറാൻ നിൽക്കില്ല, തെറ്റാത്. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ച് കണ്ടു. ആരും ഇല്ലേന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് എൻ്റെ ടയർ പഞ്ചറായി അവിടെ വീടിന് മുമ്പിൽ കിടക്കുക. ഞാൻ കയറി മോളെ. ഒരു ഇസ്ലാമിക് വീടാണ്. അപ്പോൾ കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടി വന്ന് കർട്ടൻ തുറന്നു നോക്കി. അപ്പോൾ ഞാൻ സമയത്ത് പറഞ്ഞു, മോളെ ഞാൻ സിനിമാ നടൻ ക്യാപ്റ്റൻ രാജു വന്നു. ഉമ്മാ ഒരു വിളി കേൾക്കാൻ പറ്റുന്നു. എൻ്റെ മോളെ പിന്നെ ഉമ്മയായി വാപ്പ ഇറങ്ങി വരുന്നു, എല്ലാവരും കൊണ്ട് ഇറങ്ങി വരുന്നു. അയലോക്കത്തെ ഒരു ഡ്രൈവറിനെ അവർ കണ്ടുപിടിച്ച് ടയർ മാറ്റി ഇടിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി വെള്ളം ഒരു കട്ടൻ കാപ്പിയും വേണമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നാനി മോളെ, അവർ നമുക്ക് തന്ന സ്നേഹമില്ലേ അത്. ഇപ്പം നീ ഒരു നടിയുമാണ്, ഞാനൊരു നടനുമായല്ലോ. നമുക്ക് കിട്ടുന്ന ഈ ആദരവും സ്നേഹവും നമ്മളായിട്ട് നശിപ്പിക്കും. നമ്മൾ മസിൽ പിടിച്ച് കളയാതിരുന്നാണ്. ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ ജാടയൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചാൽ ഈ ജന്മം. എന്നോട് പേപ്പറുകാർ ചോദിച്ചു അടുത്ത ജന്മത്തിൽ എന്താവാൻ ആഗ്രഹം. ഞാൻ പറഞ്ഞു അടുത്ത ജന്മത്തിലും ക്യാപ്റ്റൻ രാജു തന്നെ ആയാൽ മതി. ഈ പേരും പെരുമ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വേഷങ്ങളും ജീവിച്ചു പോകാനുള്ള സമ്പത്തുമൊക്കെ ദൈവം തന്നാൽ ഞാൻ സംതൃപ്തനാണ് മോളെ. അല്ലാതെ അത്യാഗ്രഹങ്ങളൊന്നുമില്ല. ഈ പേരും പെരുമയും അച്ഛൻ എപ്പോഴും ഒരുപാട് കാലം ഇനി കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു. അതിന് ഈശ്വരൻ ഒരുപാട് അനുഗ്രഹിക്കട്ടെ അച്ഛനെ. അച്ഛാ ഇവിടെ വന്ന് എന്നോട് ഒരുപാട് നേരം സംസാരിച്ചില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. പറയുമ്പോൾ എല്ലാം പറയാം. എനിക്കൊരു ഉത്തമ സുഹൃത്തുണ്ട്, സലീം എന്നാ പേര്. അദ്ദേഹം അബുദാബി ജോലി ചെയ്യാം. പുതയ്ക്കാനുള്ള കമ്പിളി മുതൽ അബുദാബിയിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ട് തരുന്നതെന്നറിയാം മോളെ. ആർക്ക് കിട്ടും ഇത്? ഒരു ആർമി ജനറലിന് കിട്ടുമോ? വാങ്ങിച്ചാൽ കിട്ടും, സ്വന്തമായിട്ട് വാങ്ങിക്കണം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അമ്മ കോഴിക്കോട്ടുകാരിയാണ്. ആ ഉമ്മ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് നാടൻ ഐറ്റം അവിടെ ചേമ്പ് കിടക്കുന്നു, വലിയ ചേമ്പ്. ഞാൻ ഉമ്മ ഇച്ചിരി പുഴുങ്ങി തരാമെന്ന് ചോദിച്ചു. അങ്ങോട്ട് ചോദിച്ചു ഞാൻ. അതുപോലെ ഫ്രീഡം ഉള്ള വീടാണ്, എന്നെ വലിയ ജീവനാണ് അവർക്ക്. അപ്പോൾ പറഞ്ഞു പുഴുങ്ങി അല്ല വേറൊരു ഐറ്റം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്താ ഉണ്ടാക്കി തരാമോ? ഈ വലിയ ചേമ്പില്ലേ, അത് തൊലി ഇങ്ങനെ ചെവിയിട്ടേ കൊച്ചായിട്ട് ഇങ്ങനെ കൊത്തി കൊച്ചു പീസാക്കി അതങ്ങ് പോയി അവരങ്ങ് പുഴുങ്ങി അങ്ങ്.
അതിൻ്റെ പുറത്ത് എൻ്റെ അനിമോളെ ഇച്ചിരി ഉപ്പുമൊക്കെ ഇട്ടിട്ടേ തേങ്ങാപ്പീര നന്നായിട്ട് അങ്ങ് ഇട്ടു. ഫ്രഷ് തേങ്ങാപ്പീര, ഉണങ്ങിയതൊന്നുമല്ല, നല്ല ഫ്രഷ് തേങ്ങാപ്പീര ഇട്ട് കുറച്ച് കരിവേപ്പില ഇട്ടു, കുറച്ച് കാന്താരിയുടെ കൊച്ചു കൊച്ചു പീസ് ഇങ്ങനെ ടിക് ടിക് എന്ന് അരിഞ്ഞത് അതും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിമോളെ ഇത് കഴിച്ച എന്തോ രുചിയാണ്. ചേമ്പ് പറഞ്ഞപ്പോ എനിക്ക് കൊതി വരുന്നു. നാടൻ ചേമ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അതിന്റെ കൂടെ ഒരു ചൂട് ചായയും കൂടെ ആയാൽ കൊള്ളാം അല്ലേ? ഇത് തിന്നിട്ട് മതി ചായ. ഇതേ ഷാജി ഒരു ദിവസം വരും, ഷൂട്ടിങ് കഴിഞ്ഞ് ടയർഡായിട്ട് വരും, മോളിത് ഉണ്ടാക്കി കൊടുത്ത് എന്താന്ന് പറയാൻ പറ. ഞാനൊന്ന് നോക്കണം. ഭയങ്കര രുചിയാണ്. ഞാൻ മാത്രമല്ല എന്റെ പ്രേക്ഷകർ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അച്ചായൻ പറഞ്ഞ ഈ റെസിപ്പി. തേങ്ങാപ്പീര ഇടണം, ഉപ്പിച്ചിരി ഇടണം, കരുവേപ്പില ഇടണം, ഇച്ചിരി കാന്താരി കൊത്തി 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 ഇടണം. ചെറുത് നമ്മുടെ നാക്കിൽ അത്ര വലിയ എരിവ് വരരുത്, ചെറിയ എരിവ്. എന്നാൽ ഉപ്പും എല്ലാം കൊണ്ട് വേറൊരു രുചിയാണ്, നമ്മളെ സ്വർഗീയ രുചിയാണ്. അതല്ല എൻ്റെ പറയാൻ പോകുന്ന കാര്യമാണല്ലോ. ഞാൻ ഈ ഉമ്മയോട് ചോദിച്ചു, ഉമ്മേ ഇതിനങ്ങനെ ഈ ചേമ്പ് ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, ഓമലൊരു ഇഷ്ടംപോലെ ചേമ്പുണ്ട്, പക്ഷെ ഇങ്ങനൊരു പ്രിപ്പറേഷൻ ആദ്യമാണല്ലോ ഉമ്മ എന്ന് പറഞ്ഞു. ഈ രുചി എങ്ങനെ ഉമ്മ ആഡ് ചെയ്തെന്ന് ചോദിച്ചു. എൻ്റെ ചോദ്യം അവിടെ, ഉത്തരം കേൾക്കണോ? എന്നോട് പറയാം, എടാ മോനെ രാജുവേ, എടാ നിങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും രണ്ടാം പിള്ളേരെ കൊച്ചു കുഞ്ഞുങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ക്യാപ്റ്റൻ നിങ്ങളെ. ഇസ്ലാമിക് കുടുംബമാണെന്ന് ഓർത്തണം. ഞാനൊരു ക്രിസ്ത്യാനി, അപ്പം മതവും ജാതിയും ഒന്നും പ്രശ്നമല്ലല്ലോ. എൻ്റെ അനിമോളെ എന്താ ഉമ്മ ഈ രുചി എങ്ങനെ ആഡ് ചെയ്ത്? എടാ മക്കളെ, നിന്നോടുള്ള സ്നേഹം ഞങ്ങൾ ആഡ് ചെയ്തതാണ് ഈ രുചി എന്ന് പറയുന്നത്. അപ്പോൾ രുചി ഈസ് ഈക്വൽ ടു സ്നേഹം. ഇത് എന്തോ മോണ ലെസൺ. ഞാൻ എത്ര സ്റ്റേജിൽ ഇത് പറഞ്ഞെന്നറിയാം, ലേഡീസ് കൂടുന്ന സ്റ്റേജിൽ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.